ഭയാനകമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതായത് അവിടെ ബ്ലാക്ക് മാജിക് ഉണ്ട്, പ്രേതമുണ്ട്, ഭൂതമുണ്ട്. അതിനുശേഷം സൗണ്ട് എഫക്റ്റ് ഒക്കെ വെച്ചിട്ട് ഒരു സ്വന്തം ഭാര്യയുടെ കിടപ്പറയിലെ വീഡിയോ എടുത്ത് കയ്യിൽ വെച്ചു. ഹലോ, അപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ അമൃതയുടെയും ബാലയുടെയും മകൾ പാപ്പു ഇഷ്യൂ ആണല്ലോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തുടങ്ങിയത് സെപ്റ്റംബർ 21 പാപ്പുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ആ ബർത്ത്ഡേ ആയിരുന്നപ്പോൾ സ്നേഹമയനായ അച്ഛൻ സോഷ്യൽ മീഡിയയിലൂടെ മകൾക്ക് ബർത്ത്ഡേ വിഷ് ചെയ്തു. നേരിട്ട് വിളിച്ച് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ, അതോ ഇനി താൻ മകളെ അഗാധമായി സ്നേഹിക്കുന്നുവെന്ന് നാട്ടുകാരെ കാണിക്കാനുള്ള വ്യഗ്രത കൊണ്ടാണോ, എന്താണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്തായാലും അച്ഛൻ മോളെ വിഷ് ചെയ്തത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. അതിലൂടെ പറഞ്ഞു, മോളെ നീ ഇത് കണ്ടിട്ട് എന്നെ വിളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അച്ഛൻ അങ്ങോട്ട് വിളിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് അച്ഛൻ പറഞ്ഞില്ല. ബ്ലോക്ക് ചെയ്തായിരുന്നെങ്കിൽ ഒരു 4 വായിൽ നിലവിളിച്ചേനെ. എന്നെ ബ്ലോക്ക് ചെയ്തു, എന്റെ ഇമെയിലിന് മറുപടി വരുന്നില്ല, ഞാൻ മെസ്സേജ് അയക്കുന്നൊന്നും പോകുന്നില്ല, ഞാൻ അങ്ങോട്ട് ചെല്ലാൻ ശ്രമിച്ചപ്പോൾ അവരെന്നെ അനുവദിക്കുന്നില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഏറെ രംഗത്ത് വന്നതിനെ. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ബാലയെ കാണുന്നതാണ്. അപ്പോ അങ്ങേര് അങ്ങോട്ട് വിളിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് അങ്ങേര് തന്നെ പറയണം. എന്തായാലും ഈ വീഡിയോ കണ്ടതോടുകൂടി ഒരു സോഷ്യൽ മീഡിയ ചാനൽ, യൂട്യൂബ് ചാനൽ ഇദ്ദേഹത്തെ വിളിച്ച് ഇന്റർവ്യൂ എടുത്തു. ഇന്റർവ്യൂവിൽ 1/2 മണിക്കൂറോളം മോളെ പറ്റി പറഞ്ഞ് കരയിഞ്ഞ് പിഴിഞ്ഞ് ആകെ നാശക്കോടാലിയായി. ഇതിന് മറുപടിയായിട്ട് ഇവരുടെ മകളായ പാപ്പു രംഗത്ത് വന്നതോടുകൂടി ഈ കടന്നൽ കൂട്ടങ്ങൾക്ക് ഒന്നുകൂടി ആവേശമായി, ഒന്നുകൂടി ഹാലിളകി എന്ന് പറഞ്ഞാൽ മതി. അവരെല്ലാം കൂടെ ആ പെൺകുട്ടിക്ക് നേരെയും തിരിഞ്ഞു. 13 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ്. അവളെ പറഞ്ഞു പഠിപ്പിച്ചാണ്, അവളെ ബ്രെയിൻ വാഷ് ചെയ്തതാണ് എന്നൊക്കെയാണ് അവരുടെ അഭിപ്രായം. ബ്രെയിൻ വാഷ് ചെയ്യാൻ ഏത് ഡിറ്റർജന്റാണ് ഉപയോഗിച്ചതെന്നുള്ളത് അറിയാമെങ്കിൽ ഒന്ന് പറയണമെന്ന് ഞാൻ അവരോട് അപേക്ഷിക്കുകയാണ്. അതേസമയം തന്നെ 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്തു അല്ലെങ്കിൽ പറഞ്ഞു പഠിപ്പിച്ചു പറയിക്കണം എന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇക്കാലത്തെ കുട്ടികളെ കണ്ടിട്ടില്ല എന്നാണ് അതിനർത്ഥം. പറഞ്ഞു പഠിപ്പിച്ചാൽ പോലും അത് അങ്ങനെ പറയണമെങ്കിൽ, അച്ഛനെതിരെ അങ്ങനെ തിരിയണമെങ്കിൽ അതിനർത്ഥം അച്ഛൻ ശരിയല്ല എന്ന് തന്നെയാണ്. അതല്ലെങ്കിൽ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ തന്നെ അവൾ അമ്മയോട് ചോദിക്കും, അമ്മ ഇതൊക്കെ കള്ളമല്ലേ, ഞാൻ എന്തിനു പറയണമെന്ന്. കാരണം ഇന്നത്തെ കാലത്തെ കുട്ടികളെ നിങ്ങൾക്ക് അറിയില്ല. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് 10 വയസ്സല്ല, ജനിക്കുമ്പോൾ തന്നെ മൊബൈലുമായിട്ടാണ് രംഗത്തിറങ്ങുന്നത്. അവർക്ക് എല്ലാ കാര്യങ്ങളെയും പറ്റിയും നല്ല ധാരണയുണ്ട്, നല്ല വ്യക്തമായ ധാരണയുണ്ട്. ക്യാമറയെ നോക്കി സംസാരിക്കാൻ നല്ല ധൈര്യമുണ്ട്. ഇപ്പൊ എന്തായാലും ഇതിലേക്ക് പുതിയൊരു ആൾ കൂടി കടന്നു വന്നിരിക്കുകയാണ്. കുക്കു എന്നോള എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര്. ഇവർ കഴിഞ്ഞ 4-5 വർഷമായിട്ട് അമൃതയുടെയും അഭിരാമിയുടെയും പേഴ്സണൽ മാനേജർ ആണ്, സോഷ്യൽ മീഡിയ മാനേജർ ആണ്. ഈ പാപ്പുവിനടക്കം യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ആ യൂട്യൂബ് ചാനലിനടക്കം മാനേജ് ചെയ്യുന്നത് ഈ പെൺകുട്ടിയാണ്. കുക്കു എന്നോള എന്നാണ് പേര്. ആ പെൺകുട്ടി ഒരു ഇൻസ്റ്റാഗ്രാമിൽ 2 പാട്ടായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ഈ ബാല എന്ന മഹത് വ്യക്തിയുടെ മഹത്തരമായ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, ഇവർ അമൃതയുടെയും അഭിരാമിയുടെയും PA ആണ്, അവരുടെ അസിസ്റ്റന്റ് ആണ്, അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കുമെന്ന്. ശരിയാണ്, അവരെ സപ്പോർട്ട് ചെയ്തേ സംസാരിക്കുക. പക്ഷേ ഈ പെൺകുട്ടി പറയുന്നത്, നിങ്ങൾ പേഴ്സണലായിട്ട് വന്നാൽ ഞാൻ നിങ്ങൾക്ക് അതിനുള്ള തെളിവുകൾ കാണിച്ചു തരാം, വെറുതെ പറയുന്നതല്ല, കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളാണ്, അതിനുള്ള ഡോക്യുമെന്റ്സ് ഉണ്ട്, അതിനുള്ള എവിഡൻസസ് ഉണ്ട്. അത് മാത്രമല്ല, ബാലയുടെ 2ാമത്തെ ഭാര്യ, ആദ്യത്തെ ഭാര്യയുടെ പേര് ചന്ദന എന്നാണ്, 2ാമത്തെ ഭാര്യയാണ് അമൃത. 2ാമത്തെ ഭാര്യ അമൃതയും 3ാമത്തെ റിലേഷൻഷിപ്പിലായിരുന്ന, 3ാമത്തത് ഭാര്യയല്ല, എലിസബത്തിനെ അയാൾ കല്യാണം കഴിച്ചിട്ടില്ല. അവർ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടില്ല. അവർ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ടൈപ്പ് ആയിരുന്നു. അപ്പൊ 3ാമത്തെ റിലേഷൻഷിപ്പിലായിരുന്ന എലിസബത്തും അമൃതയും തമ്മിലുള്ള സംസാരം ഈ പെൺകുട്ടി കേട്ടു. അതിൽ പോലും ഇവർ രണ്ടുപേരും പറഞ്ഞത് കോമൺ കാര്യങ്ങളാണ്. അതായത് അയാൾ എല്ലാവരോടും ബിഹേവ് ചെയ്യുന്നത്, അയാളുടെ 3 ഭാര്യമാരോടും ബിഹേവ് ചെയ്തത് സെയിം രീതിയിലാണ്. അതൊക്കെ തന്നെയാണ് ഈ പെൺകുട്ടി പറയുന്നത്. അതൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ പറഞ്ഞു വരുമ്പോ ഇദ്ദേഹത്തിന് എന്തൊക്കെയോ വൈകൃതങ്ങളുണ്ട് എന്നാണ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഈ എലിസബത്തുമായിട്ടുള്ള കല്യാണം ഞാൻ വിചാരിച്ചിരുന്ന കല്യാണം കഴിച്ചിട്ടുണ്ടാവുമെന്നാണ്. കല്യാണം കഴിച്ചില്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം അതല്ലായിരുന്നെങ്കിൽ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ വന്നതിന്, ഡിവോഴ്സ് ചെയ്തതിന് ശേഷമേ അവർക്ക് സെപ്പറേറ്റ് ആവാൻ പറ്റുമായിരുന്നുള്ളൂ. ഇവിടെ ചില സോഷ്യൽ മീഡിയയിൽ കമന്റ് ചെയ്യുന്നത് കണ്ടു, ഈ അമൃത ജീവനാംശം അല്ലെങ്കിൽ അലിമണി വാങ്ങി എന്നിട്ട് എലിസബത്ത് വാങ്ങിയിട്ടില്ല, കണ്ടില്ലേ, അതാണ് നല്ല സ്ത്രീ, അത് അങ്ങനെ വേണം എന്നൊക്കെ. എലിസബത്തിന് ജീവനാംശം വാങ്ങാൻ പറ്റില്ല, കാരണം അവർ ഒഫീഷ്യൽ മാരേജ് ചെയ്തിട്ടില്ല. അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട റീസൺ. അവർക്ക് ജീവനാംശം വാങ്ങാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ബാലയ്ക്ക് അവരുടെ പിന്നാലെ നടന്ന് ബുദ്ധിമുട്ടിക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അങ്ങോട്ട് ചെന്ന നിയമം അങ്ങനെ വലിച്ചു വാരി നിലത്തടിക്കും. ഇപ്പോൾ തന്നെ ചെയ്ത കാര്യങ്ങൾ ഇവർ നിയമപരമായിട്ട് പോയാണ്ടല്ലോ, നല്ല പണി കിട്ടും ബാലയ്ക്ക്. പിന്നെ ഈ ബാലയ്ക്ക് ഞാൻ പൊട്ടനാ എന്ന് ചോദിക്കാൻ സോഷ്യൽ മീഡിയയിൽ വരാൻ പറ്റില്ല. അവർ പോകാതിരിക്കുന്ന അവരുടെ നന്മ, അതിൽ പോയാൽ നല്ല പണിയാണ് ബാലയെ കാത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ കുക്കു എന്നോളുടെ വീഡിയോ ഒന്ന് കാണാം, അതിനുശേഷം അതിനെ പറ്റി ഒന്ന് സംസാരിക്കാം. ഈ പറയുന്ന ബാല എന്ന് പറയുന്ന വ്യക്തിക്കെതിരെയായിട്ട് ആരും സംസാരിക്കില്ല. കാരണം അയാളെ പേടിയാണ്. കാരണം അവരെ അറിയാവുന്ന അയാളുടെ ഭാര്യയായിട്ട് ജീവിച്ചിരിക്കുന്ന ആരും അയാളെ പറ്റി സംസാരിക്കത്തില്ല. കാരണം അത്രയ്ക്കും ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാൾ. നിങ്ങൾ കാണുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന പോലെ മകളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനോ
ഭാര്യയെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരു ഭർത്താവൊന്നുമല്ല അയാൾ ഒരു ഒന്നാം തരം നടനാണ് മീഡിയയുടെ മുമ്പിൽ. അതുകൊണ്ട് ഇവരോട് ഞാൻ എപ്പോഴും ഉണ്ട്. കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇയാൾ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുവോ. ഇയാളുടെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട്. ഇതിന് മുമ്പ് ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ചേച്ചിയുടെ വീട്ടിൽ ഇയാൾ വടിവാളുമായിട്ട് വന്ന് വെട്ടാനൊക്കെ വന്ന ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ അതാണ് കാര്യം. ബാല മനോഹരമായി മനോഹരമായി അഭിനയിക്കുന്ന ആളാണ്. അത് നമ്മൾ സിനിമയെ കണ്ടിട്ടുണ്ട്. ആ അഭിനയം തന്നെയാണ് അയാൾ ജീവിതത്തിലും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പലരും ജീവിതത്തിലും അഭിനയിക്കുന്നവരാണെന്ന് ഇപ്പോൾ അടുത്ത കാലത്ത് കുറെ അധികം തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പീഡന കേസിൽ ഒളിവിലിരുന്നിട്ട് ഇന്നലെ അഡ്വക്കേറ്റിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട സിദ്ദിഖ് ആണെങ്കിൽ പോലും നല്ല രീതിയിൽ മീഡിയയ്ക്ക് മുന്നിൽ വന്ന് അഭിനയിച്ചിട്ടുണ്ട്. പലപ്പോഴായിട്ട് ഇതേ സിദ്ദിഖ് തന്നെയാണ് മുമ്പൊരിക്കൽ പറഞ്ഞത്, ഏതെങ്കിലും പെൺകുട്ടി ഒരാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ അവന്റെ കരണത്തടിക്കണം, അതിനുശേഷം ഉറക്കെ വിളിച്ച് പറയണം കേരള ജനത അവളോടൊപ്പം ഉണ്ടാവുമെന്ന്. അതേ സിദ്ദിഖ് തന്നെയാണ് ഒരു പീഡന കേസിൽപ്പെട്ട് ഒളിവിൽ പോയത് എന്നുള്ളതാണ് ഇവിടുത്തെ വിരോധാഭാസം. എന്തായാലും ബാല അഭിനയത്തിൽ വിദഗ്ധനായ വ്യക്തിയാണ്. അത് നമുക്ക് ഏകദേശം അറിയാവുന്നതാണ്. പലപ്പോഴും അയാൾ അഭിനയിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ കുറെ അധികം ഇമോഷൻസ് ആഡ് ചെയ്ത് അഭിനയിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതേസമയം തന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇയാൾ ചെകുത്താൻ എന്ന അജുയെ പേടിപ്പിക്കാനായിട്ട് ഭീഷണിപ്പെടുത്താനായിട്ട് തോക്കുമായിട്ട് പോയിരുന്നു. എന്നിട്ടും അയാളുടെ തോക്കിന്റെ ലൈസൻസ് എന്തുകൊണ്ട് റദ്ദ് ചെയ്തില്ല? ഇങ്ങനെയുള്ള ഒരാൾക്ക് തോക്ക് കൈവശം വയ്ക്കാനുള്ള അവകാശമില്ല. അയാളുടെ ലൈസൻസ് റദ്ദാക്കേണ്ട സമയം കഴിഞ്ഞു. റദ്ദാക്കിയിട്ടുണ്ടാവുമായിരിക്കാം ചിലപ്പോൾ, എനിക്കറിയില്ല. പക്ഷേ റദ്ദ് ചെയ്തിട്ടില്ലെങ്കിൽ നിയമപരമായ നടപടി പോലീസ് ഉടൻ തന്നെ സ്വീകരിക്കണം. കാരണം ഈ തോക്കിൽ നിന്ന് എന്തെങ്കിലും അപായം ഉണ്ടായാൽ ഏറ്റവും ആദ്യം ചോദ്യം വരുന്നത് ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്ത പോലീസിനോടായിരിക്കും. അതുകൂടാതെ ഇയാൾ വടിവാളുമായിട്ട് ചെന്ന് ഭീഷണിപ്പെടുത്തി എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. അവിടെ വീട്ടിൽ ചെന്ന്, അവിടെ 4 സ്ത്രീകൾ മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അമൃതയുടെ അമ്മ അമൃത, അനിയത്തിയായ അഭിരാമി, കുട്ടിയായ പാപ്പു. അവിടെ അച്ഛനും അടുത്തിടെ മരിച്ചിരുന്നു. അപ്പോൾ 4 സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ ചെന്ന് വടിവാളും ഒക്കെ കാണിച്ച് ഭീഷണിപ്പെടുത്തി. ഇതിനി അവരുടെ അച്ഛനുണ്ടായിരുന്ന സമയത്താണോ എന്നറിയില്ല. എന്തായാലും ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാകാൻ സാധ്യതയില്ല. കാരണം ഇത് നമ്മൾ കണ്ടതാണ് ചെകുത്താനെ എങ്ങനെയാണ് ഭീഷണിപ്പെടുത്താൻ പോയതെന്ന്. അതായത് ഏതെങ്കിലും സമയം, തലതിരിഞ്ഞ സമയത്ത് ഇദ്ദേഹം ഭീഷണിപ്പെടുത്താൻ ചെന്നിട്ടുണ്ടാവും. അമൃത ചേച്ചി ഏത് പ്രായത്തിലാണ് പുള്ളിയെ കല്യാണം കഴിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. വളരെ ചെറിയ പ്രായത്തിലാണ് വിവാഹം കഴിക്കുന്നത്. പ്രണയ വിവാഹമായിരുന്നു. അപ്പോൾ ആ ഒരു പ്രായത്തിൽ ഒരു പെൺകുട്ടി ഒരു പ്രണയ വിവാഹത്തിലേക്ക് കിടക്കുമ്പോൾ എന്തോരം സ്വപ്നങ്ങളും മോഹങ്ങളുമായിട്ടായിരിക്കും അതിലേക്ക് പോകുന്നത്. ആ പ്രതീക്ഷകളെല്ലാം നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു പുള്ളിക്കാരിക്ക് ആ വീട്ടിൽ കിട്ടിയത്. കല്യാണം കഴിച്ച് കാലെടുത്ത് വെച്ചപ്പോ തന്നെ പുള്ളി ആദ്യം ചെയ്തത് പുള്ളിക്കാരുടെ ഫോൺ ഇല്ലാതാക്കുക, വീട്ടുകാരുമായിട്ടുള്ള എല്ലാ കോണ്ടാക്റ്റും കട്ട് ചെയ്യുക. അതിനുശേഷം പുള്ളി ചെയ്തത് പുള്ളിയുടെ മദ്യപാനവും, പുള്ളിക്കാരന്റെ കുറെ കൂട്ടുകാരുണ്ട്, എല്ലാവരെയും കള്ളുകുടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പാതിരാത്രി ഇവർക്ക് വെച്ച് വിളമ്പി കൊടുത്ത് ഇവരുടെ എച്ചിൽ പാത്രം കഴുകലായിരുന്നു എന്റെ ചേച്ചിയുടെ മെയിൻ തൊഴിൽ. ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ അതിനെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലി വായിൽ ചോര വരുത്തിയ ദിവസങ്ങളുണ്ട്. നിങ്ങൾക്കറിയാവോ? അതേപോലെ അൺനാച്ചുറൽ സെക്സ്, മാരിറ്റൽ റേപ്പ്, സെക്ഷൽ അബ്യൂസ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇയാൾ എന്റെ ചേച്ചിക്ക് നേരെ ചെയ്തിട്ടുണ്ട്. ഞാൻ അമൃത ചേച്ചിയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇതേ അനുഭവം തന്നെയായിരുന്നു ഈ പറയുന്ന എലിസബത്ത് എന്ന് പറയുന്ന അയാളുടെ മുൻപ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആള്. ഇവർക്ക് രണ്ടുപേർക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് സെയിം ഇഷ്യൂസ് ആണ്. എന്തിനാ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? സെക്ഷൽ അബ്യൂസ്, അൺനാച്ചുറൽ സെക്സ്, സെക്ഷൽ ഹറാസ്മെന്റ്, എന്തെല്ലാമാണ്? മറൈറ്റൽ സെക്സ്. സെക്ഷനുകൾ ഇടാൻ തുടങ്ങി കഴിഞ്ഞാൽ 354, 374, 375, 376, 377, 498A കുറെ സെക്ഷനിൽ ഇടേണ്ടി വരും. എല്ലാം കൂടെ ചേർത്ത് കുറെ കാലം അണ്ണന് ജയിലിനുള്ളിൽ കിടക്കേണ്ടി വരും ഇവർ കോടതിയിൽ പോയാൽ. അതേപോലെ തന്നെ അമൃത കല്യാണം കഴിച്ച് വളരെ ചെറിയ ഏജിലാണ്, 18-20 വയസ്സിലോ മറ്റോ ആണ്. ഐഡിയ സ്റ്റാർ സിംഗറിന്റെ ആ സമയത്താണ് ഇദ്ദേഹം അമൃതയെ കാണുന്നത്. അത് അമൃതയുടെ ഭാഗ്യക്കേട്, കഷ്ടകാലം എന്ന് തന്നെ പറയാം. ഒരു തവണ ബാല അതിനകത്ത് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നു. അന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു, നാടൻ പെൺകുട്ടിയാണെന്ന് മനസ്സിലായി. ഇതിനെ കല്യാണം കഴിച്ചാൽ ഇത് ഒരു വാക്കുപോലും ഉരിയാടാതെ ഒന്നും മിണ്ടാതെ താൻ ചെയ്യുന്ന എന്ത് ക്രൂരതയും സഹിച്ച് തന്റെ പീഡനങ്ങൾ സഹിച്ച് കൂടെ കഴിയുമെന്നുള്ള ധാരണയിലായിരിക്കണം. എന്തായാലും അവിടെ വെച്ച് കണ്ടു, ഇഷ്ടപ്പെട്ടു, കല്യാണം അറിയിച്ചു, കല്യാണം തീരുമാനിച്ചു. കല്യാണം തീരുമാനിച്ചതിന് ശേഷമാണ് രാജാമണി എന്നൊരു മ്യൂസിക് ഡയറക്ടർ അമൃതയുടെ അച്ഛനായ സുരേഷിനോട് പറയുന്നത് ഇദ്ദേഹം മുൻപ് വിവാഹം ചെയ്തിട്ടുള്ളയാളാണ്. അതെ, ചന്ദന എന്നൊരു പെൺകുട്ടി അതിന് മുമ്പ് വിവാഹം ചെയ്തിരുന്നു. അതിനുശേഷം അതിനെ ഡൈവോഴ്സ് ചെയ്തിരുന്നു. അത് ഇവരോട് മറച്ചു വെച്ചു. അപ്പോ അതറിഞ്ഞപ്പോ അച്ഛൻ മോളോട് പറഞ്ഞു, മോളെ നമുക്ക് ഈ കല്യാണത്തിൽ നിന്ന് ഒഴിയാം, ഈ സത്യം അയാൾ നമ്മളോട് പറഞ്ഞിട്ടില്ല എന്ന്. പക്ഷെ ആ സമയത്തേക്കും അമൃതയ്ക്ക് അയാളോട് പ്രണയമായി കഴിഞ്ഞിരുന്നിരിക്കും. എന്തായാലും ആ പെൺകുട്ടി ആ വിവാഹത്തിൽ നിന്ന് പിൻവാങ്ങിയില്ല. ആ ഒരൊറ്റ തെറ്റിന്റെ ഫലം, അതിന്റെ തിക്ത ഫലമാണ് ഇപ്പോഴും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിച്ച് വീട്ടിലേക്ക് ചെന്നപ്പോൾ തന്നെ അയാൾ അവളുടെ ഫോൺ നശിപ്പിച്ചു കളഞ്ഞു. അതായത് അവക്ക് പുറം ലോകവുമായിട്ടുള്ള ബന്ധം ഇല്ലാതാക്കി. അതിനുശേഷം ആ വീട്ടിൽ അടച്ചിട്ടു.
പിന്നെ കൂട്ടുകാരെ വിളിച്ച് മദ്യപാന സദസ്സിന്റെ ഒരു മേളമായിരുന്നു ആ വീട്ടിൽ. അവരുടെ എച്ചിൽ പാത്രങ്ങൾ കഴുകുക, ഇയാളുടെ തൊഴിയും അടിയും സഹിക്കുക എന്നതായിരുന്നു ഈ പെൺകുട്ടിയുടെ പിന്നീടുള്ള ജീവിതം. അതിനേക്കാൾ ഉപരി നമ്മൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുന്നു, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതിനപ്പുറമുള്ള സെക്ഷൽ ഹറാസ്മെന്റ് ആ പെൺകുട്ടി അവിടെ നേരിട്ടു. അത് മാത്രമല്ല എലിസബത്തും അത് നേരിട്ടുണ്ടെന്നാണ് ഈ കുക്ക് പറയുന്നത്. ഇപ്പൊ എലിസബത്ത് ഇയാളിൽ നിന്ന് രക്ഷപ്പെട്ട് ഗുജറാത്തിലോ മറ്റോ ആണ്. അവർക്കൊരു ചാനലുണ്ട്, എലിസബത്ത് ഉദയൻ എന്നൊരു ചാനലുണ്ട്. അവർ അതിൽ സന്തുഷ്ടയായിട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. അവർ ഇതിനെപ്പറ്റി റിയാക്ട് ചെയ്തോ മറ്റോ വന്നിട്ടില്ല. അവർക്ക് താല്പര്യമില്ലായിരിക്കും ഇയാളിലേക്ക് പിന്നെയും വരാൻ, ഇയാളുടെ കാര്യം പറയാൻ. എന്തായാലും അവർ സന്തോഷവതിയായിട്ടാണ് ജീവിക്കുന്നത്. നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. അവർ ഡോക്ടറാണ്, അവിടെ ഏതോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. ഞങ്ങൾക്ക് ഭീഷണിപ്പെടുത്തി ഇങ്ങനെ നിർത്താൻ പറ്റിയ ടൈപ്പ് ഓഫ് പെണ്ണുങ്ങളെ നോക്കി അയാൾ കല്യാണം കഴിക്കുന്നത്. ഇത് ഈ രണ്ടുപേരും മാത്രമല്ല കേട്ടോ. ഇയാൾക്ക് ഇതിന് മുമ്പ് ആദ്യം ഇയാൾ കല്യാണം കഴിക്കുന്നത് ചന്ദന എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ആദ്യം കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അമൃതേച്ചിയോട് ഇയാൾ സംസാരിച്ച് തുടങ്ങുന്ന തന്നെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദനയുടെ നെഗറ്റീവ് പറഞ്ഞിട്ട്, ചന്ദന എങ്ങനെയാണ് പുള്ളിക്കാരി പൈസ വെട്ടിച്ചു, അതാണ് ഇതാണെന്നൊക്കെ ചന്ദനെ പറ്റി പറഞ്ഞ് എനിക്ക് കാര്യമില്ല, ഞാൻ സെന്റിമെന്റ്സ് തുടങ്ങിയിട്ട് പുള്ളി തുടങ്ങും. അതിനുശേഷം ആ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഒരു ഭയാനകമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതായത് അവിടെ ബ്ലാക്ക് മാജിക് ഉണ്ട്, പ്രേതമുണ്ട്, ഭൂതമുണ്ട്. അതിനുശേഷം സൗണ്ട് എഫക്ട് ഒക്കെ വെച്ചിട്ട് ഒരു പക്ക സിനിമാറ്റിക്. എത്ര പേര് ഇത് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇത് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുമെന്ന് പറയത്തില്ല, എനിക്ക് ഒരു ഉറപ്പുമില്ല. പക്ഷെ ഇതാണ് സത്യം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ തെളിവുണ്ട്. ഞാൻ ഈ പുള്ളി പറയുന്ന പോലെ മറ്റേ ഇപ്പൊ പൊട്ടിക്കും എന്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവല്ല. പഠിച്ച കള്ളനാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഇത് സത്യമാണെന്ന് തന്നെ വിശ്വസിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കാരണം അവർ പറയുന്നത് അവിടെ തെളിവുണ്ടെന്നാണ്. ഇതിൽ പല കാര്യങ്ങളും കോടതിയിൽ പറഞ്ഞതുമാണ്. ഇദ്ദേഹം ആദ്യം ചെയ്ത കാര്യം തന്റെ ആദ്യ ഭാര്യയെ ചന്ദനെ പറ്റി ഇവരോട് പറഞ്ഞു, അമൃതയോട് പറഞ്ഞു, അതിനുശേഷം പറഞ്ഞു അതേപോലെ ഒരു പെണ്ണും പിള്ള വേറെ ഇല്ല, അവരുടെ ഫുള്ള് നെഗറ്റീവ്സ് എല്ലാം ഇവരോട് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അതിനു മുമ്പ് തന്നെ ഇവരുടെ ഫോൺ മാറ്റിവെച്ചല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഫോൺ എല്ലാം തല്ലിപ്പടിച്ച് വെളിയിൽ പുറം ലോകമായിട്ടുള്ള ബന്ധം ഇല്ലാതാക്കി. പിന്നെ ചന്ദനയെ പറ്റി പറഞ്ഞു, ചന്ദനയുടെ നെഗറ്റീവ്സ് പറഞ്ഞു. അതിനുശേഷം ഈ വീടിനെ പറ്റി പറഞ്ഞ് അവരെ പേടിപ്പിച്ചു. അതായത് ഇവരെ സൈക്കോളജിക്കലി കൺട്രോൾ ചെയ്യാനുള്ള ശ്രമം അയാൾ ആദ്യമേ തുടങ്ങിയിരുന്നു. അയാൾക്ക് ആവശ്യം ഒരു അടിമയായിരുന്നു. അവർക്ക് ഭാര്യയല്ല എന്ന ആവശ്യം, ഒരു വേലക്കാരി, ഒരു അടിമയെ പോലെ ബിഹേവ് ചെയ്യുന്ന ഒരു വേലക്കാരി മാത്രമായിരുന്നു അവർക്ക് ആവശ്യം, അയാൾക്ക് ആവശ്യം. അതിനുവേണ്ടിയാണ് അയാൾ കല്യാണം കഴിച്ചത്. അതിനുവേണ്ടിയാണ് അയാൾ ഒരു നാടൻ പെൺകുട്ടിയെ കല്യാണം കഴിച്ചത്, ഒരു മോഡേൺ പെൺകുട്ടിയെ അല്ല കല്യാണം കഴിച്ചത്. ഇപ്പോൾ അമൃതയാണെങ്കിലും എലിസബത്ത് ആണെങ്കിലും അധികം സംസാരിക്കാതെ, എലിസബത്തിന് നമ്മൾ ഇന്റർവ്യൂസിൽ മറ്റും കണ്ടുകൊണ്ട് അധികം സംസാരിക്കാറില്ല. ബാല പറയുന്നതിന് യെസ് മൂളുകയാണ്, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സെന്റൻസ് സംസാരിച്ചാലായി. അതല്ലെങ്കിൽ അവർ സോഷ്യൽ മീഡിയയിലേക്ക് ഒരിക്കലും ഇറങ്ങി വന്നിരുന്നില്ല. അവരുടെ യൂട്യൂബ് ചാനൽ പോലും പിന്നീടാണ് അവർ തുടങ്ങിയത്. അപ്പോ അയാൾക്ക് ആവശ്യം ഒന്നും മിണ്ടാതെ, ഒന്നും ഉരിയാടാതെ, അയാൾ ചെയ്യുന്നതെല്ലാം സഹിച്ച് അയാളുടെ അടിമയായി ആജീവനാന്തം കഴിയുന്ന ഒരു പെണ്ണിനെയായിരുന്നു. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു നാടൻ പെൺകുട്ടിയെ കണ്ടിഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതും. അതല്ലെങ്കിൽ ഫിലിം ഫീൽഡിൽ നിന്ന് തന്നെ അയാൾ കല്യാണം കഴിക്കാറുന്നില്ല. അയാൾ പറയുന്ന കോടികളുടെ ആസ്തി ഉണ്ടെന്നൊക്കെയാണല്ലോ. അയാൾ കോടികൾ കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നു അമൃതയ്ക്ക്. ആ കോടികളിലേക്ക് കൊടുത്തതിന്റെ കണക്ക് പുറത്തു വിടട്ടെ, അതിന്റെ ഡോക്യുമെന്റ്സ് പുറത്തു വിടട്ടെ. ഈ കോടികൾ കയ്യിലല്ലല്ലോ കൊണ്ടുപോയി കൊടുക്കുന്നത്, ബാങ്ക് ട്രാൻസാക്ഷൻ ആയിരിക്കുമല്ലോ. അതിന്റെ ഡോക്യുമെന്റ്സ് പുറത്തു വിടട്ടെ. വെറും കള്ളമാണ്. 25 ലക്ഷം രൂപ അലിമണി ആയിട്ട് ആ സമയത്ത് മെയിൻ്റെനൻസ് ചാർജ് ആയിട്ട് കൊടുത്തത് അല്ലാതെ വേറെ ഒന്നും കൊടുത്തിട്ടില്ല. 15 ലക്ഷം രൂപയുടെ ഇൻഷുറൻസും കൊടുത്തിട്ടുണ്ട്. അത് ഈ അമൃതയുടെ അഡ്വക്കേറ്റ് തന്നെ വന്ന് പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. സ്വന്തം നിങ്ങളൊന്ന് ആലോചിച്ചു, സ്വന്തം ഭാര്യയുടെ കിടപ്പറയിലെ വീഡിയോ എടുത്ത് കയ്യിൽ വെച്ചിട്ട് നാളെ നീ പോയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഇത് ലീക്ക് ചെയ്യും. ഏതെങ്കിലും ഭർത്താക്കന്മാർ പറയൂ എന്നാ പറയുന്ന ഭർത്താവാണ് അയാൾ. എത്ര പേർക്കറിയാം? ഇതൊക്കെ എലിസബത്തും അമൃതേച്ചും തമ്മിലുള്ള സംസാരത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. എനിക്കറിയത്തില്ല ഒരു മനുഷ്യൻ ഇങ്ങനെ അത് പതിക്കാൻ പറ്റുമോ. അതും തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് നമ്മളെല്ലാവരും പൊട്ടന്മാരാക്കിയില്ലേ ഇയാൾ. തമിഴനാണെങ്കിലും മലയാളിയാണെങ്കിലും തെലുങ്കനാണെങ്കിലും ഏതവനാണെങ്കിലും തെണ്ടിത്തരം എന്ന് വെച്ചാൽ തെണ്ടിത്തരം തന്നെയാണ്. ഈ കാണിച്ചത് തെണ്ടിത്തരമാണ്. സ്വന്തം വൈഫിന്റെ കിടപ്പറ വീഡിയോ, സെക്സ് വീഡിയോ എടുത്തു വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഉപയോഗിക്കുകയാണ്. അതായത് നീ ഇനി എന്നെ പറ്റി എന്തെങ്കിലും പുറത്തുപോയി പറഞ്ഞാൽ ഞാൻ ഇത് ലീക്ക് ചെയ്യും. എന്തൊരു സൈക്കോ ആടോ, എന്തൊരു തലയാണ്, എന്തൊരു ചിന്തയാണ്, എന്ത് വൃത്തികെട്ട ചിന്തയാണ്. നുണക്കുഴി എന്ന സിനിമയുടെ ഒരു ബേസിക് എലമെന്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പക്ഷെ അവിടെ അയാൾ വീഡിയോ എടുക്കുന്നത് ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയാണ്. ഇവിടെ തെണ്ടിത്തരം കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. ഇത് എന്നുണ്ടായ, ഏത് സമയത്തുണ്ടായ വാഴയാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇങ്ങനെയൊക്കെ തെണ്ടിത്തരം കാണിക്കാൻ അത്രയും അധപ്പതിച്ച ചിന്തയുള്ളവർക്കേ പറ്റൂ. എന്നിട്ട് പറയുന്നതോ നീ പുറത്തു പോയി എനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഇത് ലീക്ക് ചെയ്യും. എന്നിട്ട് നമ്മുടെ മുന്നിൽ വന്ന് അഭിനയിക്കുകയാണ്, ഞാൻ എന്ന പാവം, ഞാൻ എന്ന പൊട്ടനാ, എന്റെ മോള്, അപ്പാ, വംശം. വാട്ട് ദ ഹെൽ. ഇവനെയൊക്കെ വിശ്വസിച്ച് ഇവനൊക്കെ വേണ്ടി കമന്റ് ഇടുന്നവന്മാരെ ഉണ്ടല്ലോ, നല്ല പച്ചമടൽ വെട്ടിയടിക്കണം. ഇവനൊക്കെ വേണ്ടി കമന്റ് ഇടാൻ നിൽക്കുന്ന കമന്റ് വർഗങ്ങളെ, കമന്റ് ഓളികളെ
പച്ചമടൽ വെട്ടിയെടുക്കണം. ഇവന്റെയൊക്കെ PR ഏറ്റെടുത്ത് നിൽക്കുന്നവന്മാർക്ക് എങ്ങനെ കണ്ണാടിയിൽ മുഖം നോക്കുമെന്ന് മനസ്സിലാവുന്നില്ല. ഇത്തരം ചെറ്റത്തരം കാണിച്ചിട്ട് ആ കിട്ടുന്ന കാശ് കൊണ്ടുള്ള ചോറ് നീയൊക്കെ എങ്ങനെ തിന്നുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ നാളെ ഞാൻ ജീവിച്ചിരിക്കില്ലോ അറിയത്തില്ല. ഇനി നാളെ പുള്ളി വെട്ടി തോക്കൊക്കെ ആയിട്ട് വന്ന് വെടിവെക്കാൻ കൊല്ലുമെന്ന് അറിയത്തില്ല. ഇനി അഥവാ മരിക്കുവാണെങ്കിലും സന്തോഷത്തോടെ ഞാൻ മരിക്കാൻ തയ്യാറാണ്. സത്യം പറഞ്ഞിട്ടല്ലേ മരിക്കുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ അറിയും, ആ മനുഷ്യനെ നിങ്ങൾ മനസ്സിലാക്കും. ആ കുഞ്ഞിനെയും ആ കുടുംബത്തെ ദ്രോഹിച്ചത് മതി. ആ കൊച്ചിന് പ്രായമായി വരും. ആ കൊച്ചു എത്ര ദിവസമായി സ്കൂളിൽ പോയിട്ട്? ഇനി ആ കൊച്ചു സ്കൂളിൽ പോയിട്ടില്ല. നിങ്ങൾ ഒറ്റ എടുപ്പം കാരണം ഇതാണ് നിങ്ങൾക്ക് കൊച്ചിനോടുള്ള സ്നേഹം. നിങ്ങൾ എന്തുമാത്രം ദ്രോഹിച്ചു. മതി, നിർത്ത്. സ്നേഹം കാണിക്കുന്നു എന്ന വ്യാജേന, സ്നേഹിക്കുന്നു എന്ന വ്യാജേന അവരെ പീഡിപ്പിക്കുകയാണ് ഈ ബാല എന്ന് പറയുന്ന ചെകുത്താൻ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ആ ചെകുത്താനല്ല, ഇദ്ദേഹത്തിനാണ് ചെകുത്താൻ എന്ന പേര് ചേരുന്നത്. ആ പാപ്പു എന്ന് പറയുന്ന പെൺകുട്ടി അയാളുടെ മോളെ പറ്റി വീഡിയോ ചെയ്തിട്ട് അവൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ പെൺകുട്ടി സ്കൂളിൽ ചെല്ലുമ്പോൾ കൂട്ടുകാരികൾ സ്നേഹത്തോടെ എന്ന് വ്യാജേന ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ അവളെ കുത്താൻ വേണ്ടിയാണ്. അവളെ കുത്തുന്നതിലൂടെ അവർക്കും രസം കിട്ടുന്നുണ്ടാവും, അവരിൽ പലർക്കും രസം കിട്ടുന്നുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ജെന്യൂനായിട്ട് ചോദിക്കുന്നവരുണ്ടാവും. ആ ജെന്യൂനായിട്ട് ചോദിക്കുന്നതാണെങ്കിൽ പോലും ആ പെൺകുട്ടിയെ അത് മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അത് സ്കൂളിൽ പോലും പോകുന്നില്ല. എന്നിട്ട് അവൻ പറയുന്നത് തന്തയാണെന്ന്. നീ എന്ത് തന്തയാണ്? ഇങ്ങനെ അനാവശ്യം കാണിച്ചിട്ട് സ്വന്തം മകളെ ഇങ്ങനെ പീഡിപ്പിച്ചിട്ട് ഓൺലൈൻ, എന്നിട്ട് ആ മകൾക്ക് ഒരു 5 പൈസയുടെ ഗിഫ്റ്റ് പോലും വാങ്ങിക്കൊടുത്തിട്ടില്ല. ബർത്ത്ഡേ വിഷ് ചെയ്യുന്നതും മോളെപ്പറ്റി സംസാരിക്കുന്നതും എല്ലാം ക്യാമറയ്ക്ക് മുന്നിൽ വന്നാണ്. ക്യാമറയ്ക്ക് പിന്നിലും സംസാരിക്കൂ, ഇടയ്ക്ക് മോളോട് സത്യസന്ധമായിട്ട് സംസാരിക്കൂ. ഈ ഇത്തരം തെണ്ടിത്തരം കാണിച്ചിട്ട് എന്താണ് നീയൊക്കെ നേടാൻ പോകുന്നത് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ കാണിച്ച് എന്ത് നേടിയിട്ട് എന്താണ്? മകൾ സ്നേഹിക്കത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള തെണ്ടിത്തരം കാണിച്ച് ജനങ്ങൾ പോലും ഒരു കാലത്ത് സത്യം ജനങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നവന്മാരുണ്ടല്ലോ, ഇപ്പോൾ ഒരു കാര്യവും അറിയാതെ വെറുതെ വന്ന് സപ്പോർട്ട് ചെയ്യുന്നവന്മാരുണ്ടല്ലോ, അവന്മാർക്ക് ഒരിക്കൽ സത്യം മനസ്സിലാവും. അന്ന് അവനൊക്കെ കാലേ വാരി നിലത്തടിക്കും, കാർക്കിച്ച് തുപ്പും. അതിന് യാതൊരു സംശയവുമില്ല. കാരണം കള്ളം എല്ലാ സമയത്തും വിജയിക്കില്ല, സത്യം എല്ലാ സമയത്തും മറഞ്ഞിരിക്കുകയില്ല. സത്യം ഒരിക്കൽ വെളിയിൽ വരിക തന്നെ ചെയ്യും. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ സത്യം വെളിയിൽ വരും. നിങ്ങളെ ജനങ്ങൾ കാർക്കിച്ച് തുപ്പും. അപ്പൊ ഇതാണ് ബാല അമൃത പാപ്പു വിഷയത്തിൽ അവരുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയ കുക്കു എന്നുള്ള പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളും അതിനെപ്പറ്റിയുള്ള എന്റെ അഭിപ്രായങ്ങളും. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ബാല ശരിയാണെന്നോ, ബാലയുടെ അഭിപ്രായങ്ങൾ ശരിയാണെന്നോ, ബാല ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണെന്നോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. താങ്ക് യു.